കാന്തപുരം ഉസ്താദ് നയിക്കുന്ന മൂന്നാം കേരള യാത്ര ഇതാ കേരളത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് തലപ്പാടിയിലെ സ്വീകരണ കേന്ദ്രത്തിലേക്കാണ്. അവിടെ കർണാടകയിൽ നിന്നുള്ള പ്രവർത്തകർ കർണാടകയിൽ ഉള്ളാൾ ദർഗ സിയാറത്തോടു കൂടിയാണ് കേരള യാത്ര പ്രയാണം ആരംഭിച്ചിരിക്കുന്നത്. അവിടെ നിന്നുള്ള പ്രവർത്തകർ ഉസ്താദിനെ കേരളത്തിലേക്ക് യാത്രയാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇതാ തലപ്പാടിയിലെ ഈ ടോൾ ഗേറ്റ് കടന്നുകൊണ്ട് കേരള യാത്ര മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഇതാ SYSന്റെ കന്നഡയിലെ SYSന്റെ പ്രവർത്തകർ ഉസ്താദിന്റെ വാഹനത്തെ അനുഗമിച്ചു കൊണ്ടുവരുന്നു. ഉസ്താദിന്റെ വാഹനത്തെ കേരളത്തിലേക്ക് കടത്തിവിടുകയാണ്. കർണാടകയിലും കേരള യാത്ര വലിയ തരംഗമായിരിക്കുന്നതിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നമുക്കറിയാം കേരള യാത്ര ഐതിഹാസികമായ ഒരു യാത്രയായി മാറുകയാണ്. ഇവിടെ രണ്ട് രംഗങ്ങൾ നമ്മൾ കാണുന്നു. കർണാടകയിലെ പ്രവർത്തകർ ഉസ്താദിനെ യാത്രയാക്കുമ്പോൾ കേരളത്തിലെ പ്രവർത്തകർ ഉസ്താദിനെ വരവേൽക്കാൻ വേണ്ടി ഈ ടോൾ ഗേറ്റിന് മറുപുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ഇത് ചരിത്ര നിമിഷമാണ്. കേരള യാത്രയുടെ ആരംഭ നിമിഷമാണ്. ദക്ഷിണ കന്നഡയുടെ ആത്മീയ പ്രഭാ കേന്ദ്രമായ ഉള്ളാൾ ദർഗ സയ്യിദ് മദനി ഉള്ളാൾ തങ്ങളുടെ ദർഗ സിയാറത്തോടു കൂടിയാണ് കേരള യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കർണാടകയിൽ നിന്നുള്ള SYSന്റെ പ്രവർത്തകർ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർ വലിയ തോതിൽ കേരളയെ യാത്രയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കർണാടക വഖഫ് ബോർഡ് വൈസ് ചെയർമാൻ ഷാഫി സാദിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കേരളത്തിലേക്ക് യാത്രയെ ആനയിക്കുന്നത്. ഉള്ള നിമിഷങ്ങൾ ഇനി കേരളത്തിൽ 16 ദിവസങ്ങൾ കേരളത്തിൽ മനുഷ്യർക്കൊപ്പം എന്ന വലിയ മുദ്രാവാക്യം നെഞ്ചേറ്റിക്കൊണ്ട് കേരള യാത്ര ഇതാ കേരളത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കാസർകോട്ടെ ചെർക്കളയിലാണ് ആദ്യ സ്വീകരണ കേന്ദ്രം. നമുക്കറിയാം ഉസ്താദിന്റെ വലിയ വാഹന വ്യൂഹം നമുക്ക് പിന്നാലെ കടന്നു വരുന്നു. ഈ തലപ്പാടിയിൽ വലിയ ജനാവലിയാണ് ഉസ്താദിനെ സ്വീകരിച്ചാനയിക്കുന്നത്. ഈ ടോൾ ഗേറ്റിന്റെ അപ്പുറവും ഇപ്പുറവും രണ്ട് രംഗങ്ങൾക്ക് നമ്മൾ സാക്ഷിയാകുന്നു. ഒരു ഭാഗത്ത് കാന്തപുരം ഉസ്താദിനെ കർണാടകയിൽ നിന്ന് സങ്കടത്തോടെ യാത്രയാക്കുന്ന പ്രവർത്തകർ, മറുഭാഗത്ത് ഇതാ ദഫ്മുട്ടിന്റെ അകമ്പടിയോടെ സ്കൗട്ടിന്റെ അകമ്പടിയോടെ ഉസ്താദിനെ സ്വീകരിച്ചാനയിക്കാൻ വേണ്ടി പ്രവർത്തകർ തയ്യാറെടുത്തു നിൽക്കുന്നു. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഉസ്താദിന്റെ വാഹനം കേരളത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതാ കേരള യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരള യാത്ര പര്യടനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിന്റെ ഹൃദയഭൂമിയിലേക്ക് ജനലക്ഷങ്ങളുടെ സുൽത്താൻ, കേരളത്തിന്റെ കർമ്മഭൂമിയിലേക്ക്, കേരളത്തിന്റെ മണ്ണിലേക്ക് ഇതാ കേരള യാത്ര പ്രവേശിച്ചിരിക്കുന്നു. ഇനി കേരളത്തിന്റെ പലവിധ നാടുകളിലൂടെ പല ജില്ലകൾ കടന്ന് കേരള യാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. വലിയ ജനാവലിയാണ് ഇരു ടോൾ ബൂത്തിന് ഇരുവശവും കാണാൻ കഴിയുന്നത്. ഒരു പക്ഷേ സമീപകാലത്തൊന്നും ഈ ടോൾ ബൂത്ത് പരിസരം ഇതുപോലൊരു ജനാവലി കണ്ടിട്ടുണ്ടാവില്ല. ഖമറുൽ ഉലമയെ സ്വീകരിക്കാൻ, സുൽത്താനുൽ ഉലമയെ സ്വീകരിക്കാൻ വലിയ തോതിൽ ജനാവലി എത്തി നിൽക്കുന്നു. ഇതാ കേരള യാത്ര കേരളത്തിന്റെ മണ്ണിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ദഫ് സംഘങ്ങൾ, സ്കൗട്ട് സംഘങ്ങളുടെ അകമ്പടിയോടുകൂടി യാത്രയെ സ്വീകരിച്ചാനയിക്കുകയാണ്. മനുഷ്യർക്കൊപ്പം എന്ന കാലഘട്ടം ആവശ്യപ്പെടുന്ന പ്രമേയമാണ് കേരള യാത്ര മുന്നോട്ട് വെക്കുന്നത്. മനുഷ്യർക്കൊപ്പം നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ മുദ്രാവാക്യമായിട്ട് കേരള യാത്ര. എല്ലാ കേരള യാത്രകളും മനുഷ്യർക്കൊപ്പം നിന്ന ചരിത്രമാണ് നമ്മൾ കണ്ടത്. ആദ്യത്തെ കേരള യാത്രയും രണ്ടാമത്തെ കേരള യാത്രയും പ്രമേയമാക്കിയത് ആ വിഷയം തന്നെയാണ്. കേരള യാത്ര ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടിയുള്ളതല്ല, മൊത്തം മനുഷ്യരുടെ സമുദ്ധാരണമാണ് കേരള യാത്ര ലക്ഷ്യം വെക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന പ്രമേയവുമായിട്ടാണ് ഈ യാത്ര മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ കേരള യാത്രയെ, സുൽത്താനുൽ ഉലമയെ നമുക്ക് കേരളത്തിന്റെ മണ്ണിലേക്ക് ഹൃദയാഭിവാദ്യങ്ങളോടെ സ്വീകരിച്ചാനയിക്കാം. കാസർകോട്ടേക്ക് ആനയിക്കുന്നത് ബൊക്കെ നൽകി കാസർകോട്ടെ സംഘടനാ നേതാക്കൾ കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്രയെ ഇതായി തലപ്പാടി ടോൾ ബൂത്ത് വെച്ച് കേരളത്തിലേക്ക് സ്വീകരിച്ചാനയിക്കുകയാണ്. വലിയ ആവേശത്തോടു കൂടിയാണ് കേരളം ഈ കേരള യാത്രയെ എതിരേക്കാൻ ഒരുങ്ങുന്നത് എന്നതിന്റെ ശക്തമായ സൂചനകൾ, അതിന്റെ വ്യക്തമായ ചിത്രങ്ങൾ നമുക്ക് ഈ നിമിഷം കാണാൻ കഴിയും. ഇതാ കേരള യാത്രാ നായകൻ സുൽത്താനുൽ ഉലമ, ഖമറുൽ ഉലമ, കാന്തപുരം ഉസ്താദ് കേരളത്തിന്റെ മണ്ണിലൂടെ ഒരിക്കൽ കൂടി സഞ്ചരിക്കുകയാണ്. മനുഷ്യർക്ക് വേണ്ടി, മാനവ ജനതയുടെ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മഹത്തായ സഞ്ചാരം. ആ സഞ്ചാരത്തിന് ഇവിടെ ഇതാ തുടക്കമായിരിക്കുന്നു. ഈ തലപ്പാടിയിൽ
ആ യാത്ര ആരംഭിക്കുകയാണ്. മദീനക്കാർ പ്രവാചകനെ സ്വീകരിച്ചപ്പോൾ ആലപിച്ച തൊലായിൽ ബദ്രു എന്ന പ്രസിദ്ധമായ അറബി കാവ്യം ചൊല്ലിക്കൊണ്ടിത മുസ്ലിം കൈരളി കാന്തപുരം ഉസ്താദിനെ കേരളത്തിലേക്ക് വരവേൽക്കുന്നു. കേരളത്തിന്റെ മണ്ണിലേക്ക് കാന്തപുരം ഉസ്താദിന്റെ വാഹനം പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. കർണാടകയിൽ ഉള്ളാൾ ദർഗ സിയാറത്തിന് ശേഷം കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്ര ഇതാ ഈ തലപ്പാടിയിലെ കേരളത്തിന്റെ അതിർത്തിയിൽ നിന്ന് വലിയ ആവേശത്തോടെ വലിയ സന്തോഷത്തോടെ കേരളത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനിയുള്ള 16 ദിവസങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ കേരള യാത്ര പ്രയാണം ആരംഭിക്കും. മനുഷ്യർക്കൊപ്പം എന്ന മഹത്തായ സന്ദേശം, മഹത്തായ മുദ്രാവാക്യം അടയാളപ്പെടുത്തുന്ന ദിവസങ്ങൾ. മനുഷ്യർക്കൊപ്പം എന്ന ഈ യാത്രയുടെ സന്ദേശം തന്നെ വളരെ വിലപ്പെട്ടതാണ്. ഏതെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടി, ഏതെങ്കിലും ഒരു സമൂഹത്തിന് വേണ്ടി മാത്രമല്ല, ഈ യാത്ര മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. അതിൻ്റെ അടയാളപ്പെടുത്തലാണ് ഈ കേരള യാത്ര. അതിൻ്റെ അടയാളപ്പെടുത്തലാണ് നമ്മൾ കണ്ടത്. അങ്ങ് കർണാടകയിൽ നിന്ന് കേരള യാത്ര കേരളത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വലിയ ആവേശത്തോടു കൂടി കേരള ജനത യാത്രയെ ഏറ്റുപിടിച്ചിരിക്കുകയാണ്. സിറാജ് ലൈവിന് വേണ്ടി സയ്യിദ് അലി ശിഹാബിത്ത്, ക്യാമറാമാൻ മുഹമ്മദ് ഷബീബ്.